അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അയർലൻഡിൽ ഇപ്പം ഭയങ്കരമായിട്ട് ഹൗസ് പ്രൈസ് കൂടി എന്നുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇത് ഞാൻ റിസർച്ച് ചെയ്ത കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് റിപ്പോർട്ടിന്റെ ബേസിലും ന്യൂസിന്റെ ഒക്കെ ബേസിൽ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ പറയുന്നതാണ്. അപ്പൊ ഇതൊരു ഒഫീഷ്യൽ ഇതൊന്നും അല്ല. അപ്പം റീസെന്റ് ഇവിടെ ഹൗസ് പ്രൈസ് നിങ്ങൾക്ക് അറിയാം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് പുതിയ വീടുകളാണെങ്കിലും പഴയ വീടുകളാണെങ്കിലും ഒരു 1 ഇയറിനുള്ളിൽ ഞങ്ങൾ വീട് വാങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ഹൗസ് പ്രൈസ് മാർക്കറ്റിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യമാണെങ്കിലും ഞങ്ങൾ വീട് വാങ്ങി അഡ്വാൻസ് കൊടുത്തതിന് ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി പോകുന്നുണ്ടായിരുന്നു, മോർഗേജ് എടുക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. പക്ഷേ ഇപ്പം കറന്റ്ലി ഉള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് താഴ്ന്നു വരും എന്നുള്ള രീതിയിലാണ് ഇനി അങ്ങോട്ടുള്ള പ്രൊജക്ഷൻ. 2025 ഉള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ വീട് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളുടെ മോർഗേജ് അഡ്വൈസർ പറയുന്നുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ ഇപ്പൊ തന്നെ ഫിക്സഡ് ഇട്ടോ, കാരണം ഇനി അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ വീട് വാങ്ങിയ സമയം ഫിക്സഡ് ആയിട്ട് ലോക്ക് ചെയ്തായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് 5 ഇയറിലേക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു 2-3 തവണ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് എടുത്തവർക്കെല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടാണ്, ഗ്രീൻ മോർഗേജ് എടുത്തവർക്ക് പോലും ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടിയിട്ടാണ് വീടുകൾ കിട്ടിയത്. അപ്പം അവര് എനിക്ക് തോന്നുന്നു വേരിയബിൾ രീതിയിൽ ഇടാനേ ചിലപ്പം മോർഗേജ് അഡ്വൈസർ ഒക്കെ ചിലപ്പം ആ സമയം റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ 2025 ആകുമ്പോൾ ഉള്ള പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറയും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അവർക്ക് വേണമെങ്കിൽ വേരിയബിൾ രീതിയിലുള്ള ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മാറാവുന്നതാണ് കേട്ടോ. അപ്പൊ അതാണ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു ഇത് പറയാനുള്ളത്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഹൗസ് പ്രൈസും ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ കാഴ്ചപ്പാട് ഞാനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഞങ്ങളുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട് വാങ്ങിയിട്ട് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു. ഞങ്ങൾ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ ക്രോസ് എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. അപ്പൊ ലിമറിക്കിൽ നിന്ന് ഏകദേശം 30 മിനിറ്റ് മാറിയിട്ടുള്ള ഒരു ചെറിയ വില്ലേജ് പോലുള്ള സ്ഥലത്താണ് ഞങ്ങൾ വീട് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ജസ്റ്റ് 10 മിനിറ്റ്സിൽ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ടൗൺ ഉണ്ട്. പിന്നെ അതുപോലെ 30 മിനിറ്റിൽ തന്നെ നമുക്ക് ലിമറിക്ക് എന്ന് പറയുന്ന വലിയൊരു അയർലൻഡിലെ 4ാമത്തെ ബിഗസ്റ്റ് സിറ്റി ആയിട്ടുള്ള ലിമറിക്ക് നമുക്കുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വാങ്ങിയതെന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ഹൗസ് ആണ്. 1 ഇയർ മുന്നേ ഞങ്ങൾ ഈ വീട് വാങ്ങിയത് 2,10,000 യൂറോയ്ക്കാണ്. അത് 40 സെന്റും ബംഗ്ലാവും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പം 1 വർഷം മുന്നേ ഞങ്ങൾ ഈ 1 വർഷം പ്രോസസ്സിംഗ് എല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ ഒരു 1.5 വർഷം പറയാം. 1.5 വർഷം മുന്നേ ഞങ്ങൾ ഈ വീടിന് കൊടുത്ത പ്രൈസ് എന്ന് പറയുന്നത് 2,10,000 ആണ്. അപ്പം റീസെന്റ് ഈ വീട് ഞങ്ങളുടെ നൈബർ തന്നെ പണിഞ്ഞതാണ്. അപ്പം ഞങ്ങൾ നൈബറിനെ കണ്ടപ്പോഴത്തേക്കും ചുമ്മാ ഇങ്ങനെ ഒരു കാഷ്വൽ ടോക്കിൽ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വീട് പണിഞ്ഞ സമയത്ത് ഈ വീടിന് എത്ര രൂപയാണ് മൊത്തത്തിലായതെന്ന്. ഇത് 1999 ഹൗസ് ആണ്. അപ്പൊ ആ 1999 ഇവിടെ പൗണ്ട് ആയിരുന്നു ഇവരുടെ രൂപ ഇതെന്ന് പറയുന്നത്, കറൻസി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാണ് യൂറോയിലേക്ക് മാറുന്നത്. അപ്പം പുള്ളി പൗണ്ടിന്റെ ബേസിലാണ് പറഞ്ഞത്. അന്ന് ഇത് പണിഞ്ഞപ്പോഴത്തേക്കും 1999 45,000 പൗണ്ടിനാണ് ഈ വീട് പണിഞ്ഞതെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് മാത്രമാണ്. ഈ ചുറ്റും ഉള്ള ഞങ്ങളുടെ പറമ്പിന്റെ ചുറ്റും ടാറൊക്കെ ഇട്ടിട്ടുണ്ട്. ടാറും മതിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂട്ടാതെ വീട് കൺസ്ട്രക്ഷൻ ചെയ്ത കോസ്റ്റ് മാത്രമാണ് പുള്ളി പറഞ്ഞത്. ഏകദേശം 45,000 പൗണ്ടാണ് പുള്ളിക്ക് ആയതെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പൊ 24 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. ഏകദേശം 24, ഇത് 25ാമത്തെ വർഷത്തേക്ക് പോവുകയാണ്. ഒരു 24 ഇയറിന് ശേഷം തന്നെ ഈ വീടിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത്, ഞങ്ങൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 1.5 വർഷം മുന്നേ 2,10,000 യൂറോയ്ക്കാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പൊ ഞങ്ങൾ വീട് ഇൻഷുർ ചെയ്തേക്കുന്നത് ഏകദേശം ഹോം ഇൻഷുറൻസ് എടുത്തപ്പോഴത്തേക്ക് ഏകദേശം 2,10,000 യൂറോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഹൗസ് ഇൻഷുറൻസുകാർ നമ്മളെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ അഡ്വൈസറും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2,10,000 തന്നെ വെച്ചിട്ടല്ല ഹോം ഇൻഷുർ ചെയ്യേണ്ടത്, 2,35,000 വെച്ചിട്ട് നിങ്ങൾ ഇൻഷുർ ചെയ്യണം. ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ഒരു 2,35,000 യൂറോ കിട്ടിയാൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാനുള്ള കോസ്റ്റ് ആയിട്ട് അത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ ഹൗസ് ഇൻഷുറൻസ് എടുത്തപ്പോഴത്തേക്ക് 2,35,000 കോട്ട് ചെയ്താണ് നമ്മൾ ഹൗസ് ഇൻഷുറൻസ് എടുത്തത് കേട്ടോ. അപ്പൊ അത് വീട് വാങ്ങിയ സമയം ഞങ്ങൾ ആ ഒരു റേറ്റ്, വീട് വാങ്ങിയ സമയം നമ്മൾ ഹൗസ് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി കൊടുത്ത ആ ഒരു റേറ്റ് ആണ്. അപ്പം ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പം ആ സമയം ഒരു 2,10,000 വീട് വാങ്ങിയെങ്കിലും ഒരു 2,35,000 എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ ഒരു ഹൗസിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക്കലി ഭയങ്കരമായിട്ട് ഇവിടെ ഹൗസ് പ്രൈസ് കൂടിയിട്ടുണ്ട്. അത് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും
പുതിയ ന്യൂ ബിൽഡ് ആണെങ്കിലും, ന്യൂ ബിൽഡിന്റെ കേസ് ഞാൻ പറയാം, സെക്കൻഡ് ഹാൻഡിന്റെ ഹൗസ് പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾ വാങ്ങിയതിന് ശേഷം നമ്മുടെ ഹൗസ് കൂടിയത് ഇപ്പം 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഹൗസ് ഇൻഷുറൻസ് പുതുക്കാൻ പോയപ്പോഴത്തേക്കും അവര് ഞങ്ങളുടെ അടുത്ത് കോട്ട് ചെയ്ത പൈസ എന്ന് പറയുന്നത് 2,85,000 യൂറോയാണ് നമ്മുടെ ഈ സെയിം ഹൗസിന്. അപ്പം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് 2,85,000 എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും അത് അപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് പിന്നെ വരുന്നത്. അപ്പം ഇപ്പം ഈ ഹൗസിന് നമുക്ക് വേണമെങ്കിൽ 2,85,000 എന്നുള്ള രീതിയിൽ മാർക്കറ്റ് പ്രൈസ് ഇടാം. അപ്പൊ അതുകൊണ്ടാണ് അവർ 2,85,000 എന്ന് പറഞ്ഞിട്ടുള്ള ഹോം ഒരു വാല്യൂ ഈ ഹൗസിന്, ഞങ്ങളുടെ ഹൗസിന് അവർ കോട്ട് ചെയ്തത് കേട്ടോ. അപ്പം വെറും 1 ഇയർ കൊണ്ട്, ഒരു 12 മന്തിനുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു ചേഞ്ച് നമ്മുടെ ഹൗസ് പ്രൈസിന് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹൗസ് ഇതുപോലെ റെനോവേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഹൗസ് ഏകദേശം 110 മീറ്റർ സ്ക്വയർ ആണ് വലിപ്പം വരുന്നത്. പക്ഷെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹൗസ്, റെനോവേറ്റ് ചെയ്തൊരു ഹൗസ്, ഇത്ര പോലും വലിപ്പമില്ലാത്തൊരു ഹൗസ് ജസ്റ്റ് റെനോവേറ്റ് ചെയ്തിട്ട് അവർ കൊടുത്തത്, അവർക്കിപ്പോൾ സെയിൽ അഗ്രീഡ് അയക്കുന്നത് ഏകദേശം 3,80,000 യൂറോയ്ക്കാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഈ 1 ഇയറിനുള്ളിൽ തന്നെ ഉണ്ടായ ഒരു ഹൗസ് പ്രൈസ് വർധനവാണ്. അതുപോലെ കുറച്ച് അങ്ങോട്ട് മാറി ഒരു 1 കിലോമീറ്റർ മാറിയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ഹൗസ് സെയിൽ അയക്കുന്നത്, അത് പിന്നെ കുറച്ചുകൂടെ വലിയൊരു ഹൗസാണ്. അത് സെയിൽ അയക്കുന്നത് ഏകദേശം 3,80,000-നാണ്. അത് ഒരു ഏകദേശം 1 ഏക്കറോളം വരുന്നൊരു ലാൻഡും ഒരു ഇച്ചിരി വലിയ ഹൗസാണ്. ഒരു 170 മീറ്റർ സ്ക്വയർ വരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു 150 മീറ്റർ സ്ക്വയർ വരുന്ന ഏകദേശം വലിപ്പം വരുന്ന രീതിയിലുള്ള ഒരു ഡിറ്റാച്ച്ഡ് ഹൗസ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ഹൗസ് പ്രൈസ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1 ഇയറിനുള്ളിൽ തന്നെ ഈ ഹൗസ് പ്രൈസിന്റെ ഒരു ചേഞ്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇവിടെ ഡാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലാണ് നമുക്ക് ഹൗസുകൾ നോക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ വീടെടുക്കുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ വീടെടുക്കുന്ന സമയം ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഒരു 2,50,000-നുള്ളിൽ നമ്മൾ വീട് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഡിറ്റാച്ച്ഡ് ഹൗസസ് അല്ലെങ്കിൽ ബംഗ്ലാവുകൾ തന്നെ ഈ 2,50,000 ഏകദേശം ഒരു 40 മിനിറ്റ് ഡ്രൈവിനുള്ളിൽ തന്നെ നമുക്കൊരു 20ഓളം ഹൗസുകൾ ലിസ്റ്റ് ആവുമായിരുന്നു. 20-25ഓളം ഹൗസുകളൊക്കെ ലിസ്റ്റ് ആവുമായിരുന്നു. പക്ഷേ ഇപ്പം 2,50,000-നൊന്നും നമുക്ക് ഈ പറഞ്ഞ റേറ്റിലൊന്നും ഒരു ഹൗസും, ഈ ഡിറ്റാച്ച്ഡ് ഹൗസസ് ഒന്നും ഈ ഒരു റേഡിയസിൽ, ഒരു 30 കിലോമീറ്റർ, സിറ്റിയിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയുള്ള റേഡിയസിൽ ഈ 2,50,000-നൊന്നും ഒരു വീടും നമുക്കിവിടെ കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അത്രയും വീടിന് വില കൂടി എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു സത്യമായ കാര്യം കേട്ടോ. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് വില കൂടിയത് എന്നുള്ള ഒരു രീതിയിലുള്ളൊരു ജസ്റ്റ് ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു റിപ്പോർട്ട് റീസെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഹൗസ് അവർക്ക് വാങ്ങാൻ പറ്റാതെ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു റിപ്പോർട്ടാണ് ശരിക്കും ഞാൻ കണ്ടത് കേട്ടോ. അപ്പൊ അതിൽ അവർ പറഞ്ഞേക്കുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഡിമാൻഡ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഹൈപെയ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരെ അയർലൻഡിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം ക്രിട്ടിക്കൽ പെർമിറ്റുകളിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ക്രിട്ടിക്കൽ പെർമിറ്റ് ജോബുകളിൽ വരുന്നതാണ് IT സെക്ടർ, അതുപോലെ നഴ്സിംഗ്, അതുപോലെ ഷെഫ്, അങ്ങനെയൊക്കെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ജോബുകളിൽ വരുന്ന, ക്രിട്ടിക്കൽ പെർമിറ്റിൽ വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ഫാമിലിയും ജോയിൻ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മോർഗേജിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ അവരുടെ സാലറിയുടെ ബേസിൽ അവർക്ക് നല്ലൊരു എമൗണ്ട് മോർഗേജ് കിട്ടുകയും ചെയ്യും. നല്ലൊരു എമൗണ്ട് മോർഗേജ് അവർക്ക് പാസ്സായി കിട്ടുമ്പോഴത്തേക്കും അവർ ഹൗസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹൗസുകൾക്ക് ബിഡ് ചെയ്യാൻ അവർക്ക് വളരെ ഈസി ആയിരിക്കും. ഹൗസിന് ഇപ്പം വില കൂട്ടി വന്നാലും അവർക്ക് ബിഡ് ചെയ്യാൻ അത്രത്തോളം ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഹൗസിന് ഈ ഹൈപെയ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാർക്കറ്റിൽ മോർഗേജ് പാസ്സായിട്ടുള്ളത് കൊണ്ട് ഹൗസിന് ഓൾറെഡി വില കൂട്ടിയാണ് ഓപ്ഷനേഴ്സ് മാർക്കറ്റിൽ ഇടുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ഇതുപോലെ ക്രിട്ടിക്കൽ പെർമിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്കിൽഡ് ജോബുകളിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരിക്കും മോർഗേജ് പാസ് ആവുന്നത്. അപ്പൊ അവർക്കൊരു വീട് വാങ്ങണം എന്നുള്ളത് അവർക്ക് ബിഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. പുതിയ വീടാണെങ്കിൽ അവർക്ക് എടുക്കാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പൊ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഹൈപെയ്ഡ് ആയിട്ടുള്ള ജോബിലുള്ള ആൾക്കാർക്ക് നല്ല മോർഗേജ് പാസ് ആവുമ്പോഴത്തേക്കും സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പാസ്സാവുന്ന മോർഗേജ് വളരെ കുറവാണ്. അപ്പൊ അവർക്ക് വീട് വാങ്ങാനായിട്ട് ഇവിടെ ബുദ്ധിമുട്ടായി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ കണ്ട റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വീട് വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. കാരണം വീടുകൾക്കെല്ലാം വില കൂടുതലാണ്. അപ്പം മാർക്കറ്റിൽ ഇടുന്ന വീടുകൾ ഈ ഹൈപെയ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടായതുകൊണ്ടും മോർഗേജ് പാസ്സായിട്ട് ഒരുപാട് ആൾക്കാർ മാർക്കറ്റിലേക്ക് വരുന്നത് കൊണ്ടും ഓപ്ഷനേഴ്സ് ഓൾറെഡി വീടുകൾക്ക് വില കൂട്ടിയാണ് ഇടുന്നത്. അപ്പൊ സാധാരണ ആൾക്കാർക്ക് ഒരു മോർഗേജ് വെച്ചിട്ട് ഒരു ഹൗസ് വാങ്ങുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ള രീതിയിലാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡാണ്. എന്ന് വെച്ചാൽ ഹൗസിന് ഭയങ്കര ഡിമാൻഡാണ്. മാർക്കറ്റിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇനഫ് ആയിട്ടുള്ള സപ്ലൈ ഇല്ല. അത് പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അയർലൻഡിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ യൂറോപ്പിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം. എന്ന് വെച്ചാൽ അവിടെ നൈറ്റിലൊന്നും അങ്ങനെ 24 hour ഒന്നും കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഇതല്ല. ഇപ്പൊ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഇവിടെ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടാൻ വേണ്ടി മാക്സിമം ഡേ ടൈമിൽ മാത്രമേ ഇവർ കൺസ്ട്രക്ഷൻ ചെയ്യത്തുള്ളൂ. നൈറ്റിലൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പൊ പുതിയ എസ്റ്റേറ്റുകളാണെങ്കിലും അവിടെയൊക്കെ വീടുകൾ കൺസ്ട്രക്ഷൻ ചെയ്ത് മാർക്കറ്റിലേക്ക് വരാൻ നല്ല ഡിലേ ടൈം എടുക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇനഫ് ആയിട്ടുള്ള വീടുകളുടെ ലഭ്യത കുറവും വൻ ഡിമാൻഡും ആണ് രണ്ടാമത്തെ ഒരു കാര്യം. അതുപോലെ സെക്കൻഡ് ഹാൻഡ് ഹൗസ് ആണെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഹൗസ് എല്ലാവർക്കും അറിയാം, ആരെങ്കിലും വിൽക്കണം എന്ന് തോന്നിയാൽ മാത്രമേ അത് മാർക്കറ്റിലേക്ക് വരത്തുള്ളൂ. അപ്പൊ സെക്കൻഡ് ഹാൻഡ് ഹൗസുകളാണെങ്കിലും ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ പുതിയതായിട്ടുള്ള ഹൗസുകളാണെങ്കിലും മാർക്കറ്റിലേക്ക് വരാനുള്ള ഒരു ഡിലേ. കുറച്ച് നാൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും റെന്റ് കൊടുക്കണ്ടല്ലോ, ആ റെന്റ് കൊടുക്കുന്ന പൈസ തന്നെ നമ്മൾ മോർഗേജിന് അടച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും മോർഗേജ് പാസ്സാക്കാനേ ഫസ്റ്റ് പ്രയോറിറ്റി നോക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇനഫ് ആയിട്ടുള്ള സപ്ലൈ മാർക്കറ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, ഹൗസ് ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഹൗസ് മാക്സിമം റേറ്റ് കൊടുത്തിട്ട് എടുക്കാനുള്ള ഒരു രീതിയിൽ നമ്മൾ നിർബന്ധിതമാവും. അപ്പൊ അതാണ് രണ്ടാമത്തെ കേസ്. ഹൗസിന് ഭയങ്കര ഡിമാൻഡുമാണ്. അതുപോലെ മാർക്കറ്റിലേക്ക് ഇനഫ് ആയിട്ടുള്ള ഹൗസസ് സെക്കൻഡ് ഹാൻഡ് ഹൗസ് ആണെങ്കിലും പുതിയ ബിൽഡ് ആണെങ്കിലും ഇനഫ് ആയിട്ട് ആൾക്കാരുടെ റിക്വയർമെന്റിന് ആവശ്യകതയ്ക്ക് അനുസരിച്ച് വരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം കേട്ടോ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് മോർഗേജ് എടുക്കാൻ പറ്റുന്നതിന്റെ എമൗണ്ടിന്റെ വർധനവ് എന്ന് വെച്ചാൽ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് ഇപ്പൊ ഫാമിലി ആയിട്ട് മോർഗേജിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നേരത്തെ ആ ഫാമിലിയുടെ ടോട്ടൽ ഇൻകം വെച്ചിട്ട് ഒരു ഫാമിലി ഒരു വർഷം 70,000 euro ആനുവലി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 70,000ന്റെ 3.5 ടൈംസ് ആയിരുന്നു മോർഗേജ് ആയിട്ട് ബാങ്കുകാർ കൊടുക്കുന്നത്. പിന്നെ ഫാമിലി ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു എമൗണ്ടും കൂടെ ആഡ് ഓൺ ചെയ്യും എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഒരു 3.5 ടൈംസ് അങ്ങനെ നമുക്ക് റൗണ്ട് ചെയ്യാം. പക്ഷെ ഇപ്പം കുറച്ച് നാൾ മുന്നേ ആ 3.5 ടൈംസ് എന്നുള്ളത് അവർ മാറ്റിയിട്ട് 4 ടൈംസ് വരെ നമുക്ക് മോർഗേജ് കിട്ടും എന്നുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ആനുവൽ ഇൻകത്തിന്റെ 4 ടൈംസ് മോർഗേജ് ആയിട്ട് എടുക്കാം. അതുപോലെ ഫാമിലി ആയിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട്, ജോയിന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട്, ജോയിന്റ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതിനും കുറച്ച് എമൗണ്ട് കൂടെ ചേർത്ത് കുറച്ചുകൂടെ എമൗണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് കടവായിട്ട് മോർഗേജ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിന്റെ കറക്റ്റ് കാൽക്കുലേഷൻ എനിക്ക് അറിയത്തില്ല. ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം എങ്ങനെയാണ് ബാങ്കുകാർ ഒരു ഫാമിലിക്ക് ജോയിന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മോർഗേജ് കൊടുക്കുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പം ബാങ്കിൽ നിന്നുള്ള മോർഗേജിന്റെ എമൗണ്ട് കൂട്ടിയത് കൊണ്ട് ഇതുപോലെ മാർക്കറ്റിൽ വരുന്ന വീടുകൾക്കും സെല്ലേഴ്സ് അതുപോലെ വില കൂട്ടിയാണ് ഇപ്പൊ മാർക്കറ്റിൽ ഇടുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 2 ലക്ഷത്തിന് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട് ഈ പറഞ്ഞ പോലെ 4 ടൈംസ് മോർഗേജ് കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവർ നേരെ അതിന്റെ പ്രൈസ് 2,50,000 എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വീടുകൾക്ക് ഇട്ട് തുടങ്ങി കേട്ടോ. അത് എനിക്ക് തന്നെ തോന്നിയ ഒരു കാര്യമാണ്. ഡ്രാഫ്റ്റിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അറിയാം ഒരു ഫാമിലിക്ക് ഇത്രത്തോളം മോർഗേജ് ബാങ്കിൽ നിന്ന് എലിജിബിൾ ആകും എന്നുള്ള ന്യൂസ് ആണ് ഇവരുടെ സെല്ലേഴ്സിന് വീടിന് പ്രൈസ് കൂട്ടാനുള്ള ഒരു പോയിന്റ് ആയിട്ട് അവർക്ക് തോന്നുന്നത് കേട്ടോ. ഇനി നാലാമത്തെ ഒരു കാര്യം എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളതാണ്. അതും സെക്കൻഡ് ഹാൻഡ് വീടുകൾക്കാണ് പറയാനുള്ളത്. അഗ്രസീവ് ബിഡിങ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആദ്യമേ ഞാൻ പറഞ്ഞത് പോയിന്റിന്റെ വേറൊരു രീതിയിലുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ, ഹൈപ്പൈഡ് ആയിട്ടുള്ള ആൾക്കാർ മോർഗേജ് പാസ്സായിട്ട് വീട് വാങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം അവര് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഒരു ബഡ്ജറ്റ് നമുക്ക് വീടിന് വേണ്ടി ഇത്ര വരെ നമുക്ക് ബിഡ് ചെയ്യാം, അത് കഴിഞ്ഞ് നമ്മൾ ബിഡ് ചെയ്യില്ല എന്നുള്ള ഒരു ബഡ്ജറ്റ് പ്ലാൻ അല്ലെങ്കിൽ കറക്റ്റ് ഒരു പ്ലാൻ വെച്ചിട്ടല്ല ബിഡ് ചെയ്യുന്നത്. പലരും ഒരു വീട് വേണം, എങ്ങനെയെങ്കിലും ഒരു വീട് ഇവിടെ വാങ്ങണം എന്നുള്ള രീതിയിൽ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് അഗ്രസീവായിട്ട് ബിഡിങ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ നോർമലി ഇപ്പം ഒരു 1,000 euro 2,000 euro ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 3 lakh ആണ് എന്നുണ്ടെങ്കിൽ 300K ആണെന്നുണ്ടെങ്കിൽ അതിന് മേലോട്ട് ഞാൻ ബിഡ് ചെയ്യില്ല എന്നൊരു കട്ട് ഓഫ് പോയിന്റ് വെക്കാതെ ആ വീട് എത്ര പോയാലും നമുക്കത് വേണം എന്നുള്ള രീതിയിൽ അഗ്രസീവായിട്ട് ബിഡ് ചെയ്ത് ഇപ്പം 3 lakhനുള്ള വീട് ഉടനെ തന്നെ 310 വിളിക്കും. അതുപോലെ തൊട്ടടുത്ത് തന്നെ 320, അടുത്തൊരാള് 330, അങ്ങനെ വിളിച്ച് 360, 380 വരെ വീടുകൾ ഓരോ ലൊക്കാലിറ്റിയിൽ ബിഡ് ചെയ്ത് അഗ്രസീവായിട്ട് അതിന്റെ വില കൂടിപ്പോകുന്ന ഒരു ഇത് ഇപ്പം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ലൊക്കാലിറ്റിയിൽ ആ വീട് ഒരു 380 വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു വീട് അതേ ലൊക്കാലിറ്റിയിൽ വരുമ്പം ലാസ്റ്റ് സെയിം വീട് ഒരു 5 bedroom വീട് അല്ലെങ്കിൽ ഒരു 4 bedroom വീട് 380 ഇവിടെ വിട്ടുപോയത്. അപ്പം നമ്മുടെ 4 bedroom വീട് 380 തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് സെല്ലർ അടുത്തൊരു സെല്ല് ചെയ്യാൻ പോകുന്ന ആളുടെ അടുത്ത് ഓപ്ഷനേഴ്സ് പറഞ്ഞിട്ട് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ബിഡിങ് തന്നെ ചിലപ്പം 380 ആയിരിക്കും. അപ്പൊ ഈ അഗ്രസീവ് ബിഡിങ്
ഭയങ്കരമായിട്ട് വില കൂട്ടുന്നതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് കീ ആയിട്ടുള്ള ഏരിയകളിൽ, ചില പ്രത്യേക സർട്ടൺ ലൊക്കേഷൻസുകളിൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിനോട് അടുത്തുള്ള ലൊക്കേഷൻസ്, അതുപോലെ സിറ്റി ഷോപ്പിംഗ് മാളുകളോട് അടുത്തുള്ള എസ്റ്റേറ്റുകൾ, അങ്ങനെ നല്ല സിറ്റി സെന്ററിലൊക്കെ ഉള്ള എസ്റ്റേറ്റുകളിലൊക്കെ ഈ അഗ്രസീവ് ബിഡിങ് കാരണം ഒരുപാട് രീതിയിൽ ഹൈ പ്രൈസിൽ വീടുകൾ വിറ്റ് പോകുന്നതായിട്ട് നമുക്ക് ആ ഒരു ടെൻഡൻസി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പം വാല്യൂ പെർ മണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ബിഡ് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. പിന്നെ ആ ലൊക്കേഷൻ അത്രയും സെന്റർ പോയിന്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാം. പക്ഷെ എന്നാൽ പോലും ഈ അഗ്രസീവ് ബിഡിങ് പ്രോപ്പർട്ടിയുടെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് സെക്കൻഡ് ഹാൻഡ് പ്രോപ്പർട്ടിയുടെ പ്രൈസ് ആണ് ഇത്രയും രീതിയിൽ കൂട്ടുന്നത് കേട്ടോ. അപ്പൊ അതാണ് നാലാമത്തെ ഒരു പോയിന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പോ ഒരു അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് ഒരു കാര്യം ഇവിടെ പറയാം. പുതിയ വീടിന്റെ ഒരു കേസ് പറയുവാണെങ്കിലും ഇതുപോലെ നല്ല ഡിമാൻഡുകളുണ്ട്. കാരണം പുതിയ വീടുകൾ വാങ്ങാൻ ഇവിടെ 2-3 സ്കീമുകളുണ്ട്. ഒന്ന്, പുതിയ വീട്ടിൽ നമുക്ക് ഹെൽപ്പ് ടു ബൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന്റെ ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പൊ അതിന് ഹെൽപ്പ് ടു ബൈ എന്ന് പറയുന്ന ഒരു സ്കീമിൽ നമ്മളൊരു ഫാമിലി ആയിട്ട് പുതിയ വീടാണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ നമുക്ക് റവന്യൂവിൽ കയറി അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് എത്രമാത്രം ഹെൽപ്പ് ടു ബൈ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളത്. അപ്പൊ ആ ഹെൽപ്പ് ടു ബൈ കിട്ടുന്ന ആ എമൗണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഹെൽപ്പ് ടു ബൈ സ്കീം ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഹോം സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അതെന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വീടിന് 3 ലക്ഷം യൂറോയാണ് വീടിന്റെ വിലയെങ്കിൽ അതിന്റെ ഒരു 40% അല്ലെങ്കിൽ ഒരു 60% ഒരു കമ്പനി ഹോൾഡ് ചെയ്യും. ബാക്കി പൈസക്ക് നമ്മൾ മോർഗേജ് എടുത്താൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് ഹോം സ്കീമും ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ അതുപോലെ ചില കൗൺസിലുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ പുതിയ വീടുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഈ കുറച്ച് എമൗണ്ട് ആ കൗൺസിലുകാർ മുടക്കിയിട്ട് പിന്നെ നിങ്ങൾ തിരിച്ചടച്ചാൽ മതി എന്നുള്ള രീതിയിൽ പുതിയ പുതിയ സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട്. പുതിയ വീടുകൾക്ക് വേണ്ടി ഓരോ കൗൺസിലുകൾ സപ്പോർട്ട് ചെയ്യുന്ന പല പല സ്കീമുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഏത് കൗണ്ടിയിലാണ് നിൽക്കുന്നതെന്നുള്ളത് വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തത് മാറും. അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ഇത് വരുന്നുണ്ട്. പുതിയ വീടുകൾ വാങ്ങുന്നതിനും ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഉണ്ട് ശരിക്കും മാർക്കറ്റിൽ. പുതിയതായിട്ട് ഒരു എസ്റ്റേറ്റ് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അത് ബുക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ക്യൂ ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ ഡിസ്പ്ലേ ഹോംസ് വെക്കുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് നോക്കുന്നതും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഒരു വീട് പുതിയതായിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ടെന്ന് കാണുമ്പോഴത്തേക്കും രാവിലെ തന്നെ അവര് വീട് ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടി രാവിലെ തന്നെ വന്ന് നിന്ന് ക്യൂ നിന്ന് ആ വീടിന് വിലയും പറഞ്ഞ് പോകുന്ന ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം അത്രത്തോളം ആൾക്കാർ മോർഗേജ് പാസ്സായിട്ട് ഇവിടെ മാർക്കറ്റിലുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് തന്നെ. അപ്പൊ അതും പുതിയ വീടുകൾക്ക് ഇതുപോലെ വില കൂട്ടി പോകുന്നതിന്റെ ഒരു മെയിൻ റീസൺ തന്നെയാണ് കേട്ടോ. സെയിം എസ്റ്റേറ്റിൽ തന്നെ ഒരു വീട് ഒരു 3,60,000 പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് വിറ്റ് പോയിട്ട് അടുത്തൊരു വീട് വരുമ്പോഴത്തേക്കും അതിനെക്കാട്ടി ഒരു 40,000 കൂട്ടിയിട്ടാണ് അടുത്ത വീട്, അതേ രീതിയിലുള്ള വീട് പുതിയ ന്യൂ ബിൽഡ് ആണെങ്കിൽ പോലും അവര് കമ്പനികൾ അടുത്ത ഇതിൽ വിൽക്കുന്നത് കേട്ടോ, എന്ന് വെച്ചാൽ അടുത്ത ഫേസിൽ വിൽക്കുന്നത്. അപ്പം പുതിയ വീടുകളാണെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി പ്രൈസ് ഇൻക്രീസ് ആയി പോകുന്നതിന്റെ ഒരു ട്രെൻഡ് ഇവിടെ ഭയങ്കരമായിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. സെയിം അടുത്തടുത്ത് താമസിക്കുന്ന വീടുകളാണെങ്കിൽ പോലും ചിലപ്പം വാങ്ങിയെടുക്കുന്ന വിലകൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡിഫറന്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരാൾ ഒരു 6 മാസം മുന്നേ എടുത്ത വീടാണെങ്കിൽ ചിലപ്പോൾ 3,60,000 കിട്ടുമായിരിക്കും. അതേ വീട് തന്നെ ഒരു 6 മാസം കഴിഞ്ഞാണ് ആ എസ്റ്റേറ്റിൽ വേറൊരാൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ 3,60,000 എന്നുള്ള വീട് ചിലപ്പോൾ 4,20,000 അടുത്തൊരാൾ വാങ്ങുന്നത്. അപ്പം ന്യൂ ബിൽഡ് ഹോം ആണെങ്കിലും ഈ ഹൗസ് പ്രൈസ് ഇൻക്രീസ് ആവുന്നതിന്റെ ഒരു ഭയങ്കര ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഹൗസ് പ്രൈസ് ഇൻക്രീസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതായിട്ട് ഇവിടെ അയർലൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പുതിയതായിട്ട് ഇപ്പൊ ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഇലക്ഷനിൽ ഒരുപാട് ഹൗസുകൾ വീണ്ടും മാർക്കറ്റിലേക്ക് വരും എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ പല പല ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഹൗസുകൾ മാർക്കറ്റിലേക്ക് വന്നാൽ മാത്രമേ ഈ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ഹൗസ് ഇവിടെ വന്നാൽ മാത്രമേ ഈ വില കുറയാൻ ചാൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മാർക്കറ്റിലേക്ക് മോർഗേജ് പാസ്സായി വരുന്ന ആൾക്കാർ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് മാത്രം അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് പോയിന്റ് വെച്ചിട്ട് മാത്രം വേണം ഈ മാർക്കറ്റിലേക്ക് അപ്രോച്ച് ചെയ്യാൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അവർ മാക്സിമം എനിക്ക് ആ വീട് വേണം, മാക്സിമം എമൗണ്ട് കൊടുത്ത് ആ വീട് ഞാൻ എടുക്കും എന്നുള്ള രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഹൗസ് പ്രൈസ് കൂടത്തേ ഉള്ളൂ. പക്ഷെ ഒരു കട്ട് ഓഫ് പോയിന്റ് വെച്ച് എല്ലാവരും ഒരു കട്ട് ഓഫ് പോയിന്റ് ഇതിന് മുകളിലേക്ക് ഞങ്ങൾക്ക് ബിഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി വീടുകൾക്ക് വില കുറഞ്ഞു വരാനുള്ള ഒരു ട്രെൻഡ് ഉണ്ട്.
പക്ഷേ അതൊരിക്കലും പോസിബിൾ ആയിരിക്കത്തില്ല. കാരണം എല്ലാവരും ഒരു വീട് വാങ്ങാൻ നോക്കുന്നത് എത്രയും പെട്ടെന്ന് വീട് വാങ്ങി കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ റെന്റ് കൊടുക്കുന്ന എമൗണ്ട് മോർഗേജിലേക്ക് നമുക്ക് മാറ്റി അടയ്ക്കാലോ എന്നുള്ള ഒരു ചിന്തയിലാണ്. അപ്പം പിന്നെ അതുപോലെ ചില ലൊക്കേഷനിൽ ചില ആൾക്കാർക്ക് വീടുകൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. അവരൊരിക്കലും ഒരു കട്ട് ഓഫ് പോയിന്റ് വെച്ചിട്ട് ബിഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്രയും മാത്രമേ ഞങ്ങൾ ഒരു വീടിന് വേണ്ടി മുടക്കത്തുള്ളൂ എന്ന് ഉള്ള രീതിയിൽ ചിന്തിച്ചിട്ട് അവർ അപ്രോച്ച് ചെയ്യില്ല. അവർ മാക്സിമം മോർഗേജ് എടുത്തിട്ട് മാക്സിമം ആ മോർഗേജിൽ തന്നെ ഒരു വീടെടുക്കാനേ ഇവിടെ ഉള്ളവർ ആഗ്രഹിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടുവരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മാക്സിമം ബിൽഡിങ്ങുകൾ മാർക്കറ്റിലേക്ക് വരിക, മാക്സിമം ഹൗസുകൾ മാർക്കറ്റിലേക്ക് വന്ന് സാച്ചുറേറ്റ് ആയാൽ മാത്രമേ എനിക്ക് തോന്നുള്ളൂ വില ഇച്ചിരി കുറയാൻ ചാൻസ് ഉള്ളൂ. നമ്മൾ ബിഡ് ചെയ്യാൻ പോകുമ്പം ഈ ഹൗസ് ഈ വിലയ്ക്കുള്ളതുണ്ടോ എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് ചിന്തിച്ച് നോക്കിയിട്ട് ബിഡ് ചെയ്യുക. അതുപോലെ ഹൗസിന് അഡ്വാൻസ് കൊടുക്കുക, ഹൗസ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് ഒരുപാട് വീടുകൾ വരാതെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരോ കമ്പനികൾക്കും ഓരോരോ സ്ട്രാറ്റജി ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇപ്പം ബിൽഡിംഗ് കമ്പനികളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്ഷനേഴ്സിനാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാണും. അപ്പോൾ ആ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് ഒരു ഇത്ര വീടുകളെ മാർക്കറ്റിൽ വരാവൂ ഇത്ര സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇത്ര ക്വാർട്ടറിൽ, ഇത്ര മന്തിന്റെ ക്വാർട്ടറിൽ ഇത്ര വീടുകളെ മാർക്കറ്റിൽ വരാവൂ, അങ്ങനെ ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം സപ്ലൈ എന്ന് പറയുന്നത് ഹൗസ് പ്രൈസിനെ ബാധിക്കുന്ന ഭയങ്കര ഒരു മേജർ ഒരു ഫാക്റ്റാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും വീടുകൾക്ക് വില കുറഞ്ഞു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ചോയ്സസ് ഒരുപാടുണ്ട്, ഒരുപാട് പേർക്ക് ബിഡിങ്ങും അതിനനുസരിച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിഡിങ്ങുകളും വീടുകൾക്ക് കുറവായിരിക്കും. പക്ഷെ സപ്ലൈ മാർക്കറ്റിലേക്ക് ഇല്ലാത്തടത്തോളം കാലം നല്ല ഡിമാൻഡ് ഹൈ ആയിട്ട് തന്നെ നിൽക്കും. ഹൗസ് പ്രൈസ് ഇവിടെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് കറക്റ്റ് ഒരു പ്ലാൻ വെച്ചിട്ട്, മോർഗേജ് പ്ലാൻ വെച്ചിട്ട്, ഒരു കട്ട് ഓഫ് പോയിന്റ് വെച്ചിട്ട് വീടുകളെ വാങ്ങാനായിട്ട് അപ്രോച്ച് ചെയ്യുക. അപ്പം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ഇനിയിപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യും, എങ്ങനെയാണ് ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു മോർഗേജ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു മോർഗേജ് എടുക്കാം, നമുക്ക് ബേർഡൻ ആവാതെ എന്നുള്ള നമ്മുടെ ആനുവൽ ഇൻകം വെച്ചിട്ട് എത്ര വരെ നമുക്ക് മോർഗേജിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതും കൂടെ ഒക്കെ വെച്ചിട്ട് വേണം ഹൗസ് വാങ്ങാനായിട്ട് അപ്രോച്ച് ചെയ്യാൻ. അപ്പൊ ഇതാണ് ഒരു മേജർ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.